Good evening everyone. IIT JAM 2023 examinationന്റെ ഭാഗമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ അടുത്ത സെക്ഷൻ, അതായത് ലാസ്റ്റ് സെക്ഷനാണ് 2021 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കാണാത്തവർ ഓൾറെഡി ചാനലിൽ പോയിട്ട് ആ വീഡിയോസ് കാണുക. സോ നമുക്ക് ഇന്നത്തെ സെഷനിലെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. So first question, let f g tends to r be defined by fx is equal to x e raised to minus x and gx is equal to x modulus x. So രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ജി എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു മോഡുലസ് എക്സ് ആണ്. സോ ക്വസ്റ്റ്യൻ ഓപ്ഷൻ വന്നിരിക്കുന്നത് ബോത്ത് എഫ് ആൻഡ് ജി ആർ കോൺവെക്സ്. F is convex and G is not convex. C, F is not quasi-convex and G is quasi-convex. Neither F nor G is quasi-convex. So, നമ്മൾ ഇതിൽ ആദ്യം തന്നെ നോക്കേണ്ടത് ഫംഗ്ഷൻ ആയിട്ടുള്ള ജിയും എഫും കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്നാണ്. സോ നമുക്ക് എഫ് എക്സ് എന്ന് പറയുന്നത് ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. എഫ് ഡാഷ് എക്സ് കാണാം. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡിറൈവ് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. സോ എക്സ് ഇൻറ്റു e raised to minus x in നമുക്ക് e raised to minus x derive ചെയ്തു, which is 1, and x into e raised to minus x ന്റെ ഡെറിവേറ്റീവ് e raised to minus x തന്നെ into minus 1. സോ നമുക്ക് e raised to minus x minus x into e raised to minus x എന്ന് കാണാം. സോ ഇതിൽ നിന്ന് നമുക്ക് e raised to minus x നെ കോമൺ ആയിട്ട് എടുത്താൽ 1 minus x എന്ന് കിട്ടും. e raised to minus x into 1 minus x which is equal to 0 എന്ന് കൊടുക്കാം. സോ 1 minus x എന്ന് പറയുന്നത് 0 ആണ്, x എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി എഫ് ഡബിൾ ഡാഷ് കാണാം. e raised to minus x മൈനസ് എക്സ് ഇൻറ്റു e raised to minus x നെ ഡിറൈവ് ചെയ്യുക. e raised to minus x ന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് മൈനസ് e raised to minus x തന്നെ മൈനസ് എക്സ് പ്രോഡക്റ്റ് റൂള് e raised to minus x plus x into e raised to minus x into minus 1 which is equal to minus e raised to x minus e raised to x minus of e raised to x minus of plus e raised to x എന്ന് പറയുന്നത് ആൻഡ് മൈനസ് ഉണ്ട്. സോ അത് മൈനസ് ഓഫ് മൈനസ് ആണ്. സോ വിച്ച് ഇസ് പ്ലസ് തന്നെയാണ് വരിക. സോ പ്ലസ് e raised to minus x എന്ന് എഴുതാം. സോ ഇവിടെ രണ്ട് e raised to minus x ഉണ്ട്. അപ്പോൾ മൈനസ് 2 e raised to minus x പ്ലസ് e raised to minus x ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ ഇതിൽ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് മൈനസ് 2 ഇൻറ്റു e raised to minus 1 പ്ലസ് e raised to minus 1 into 1 which is equal to നമുക്ക് മൈനസ് 2 e raised to 1ഉം e raised to minus 1ഉം കൂടി വരുമ്പോൾ മൈനസ് e raised to 1 എന്ന് കിട്ടും. ഓക്കെ, സോ മൈനസ് ഓഫ് e raised to 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ദാറ്റ് ഓഫ് 0 ആണ്. നമുക്കറിയാം കോൺവെക്സ് ഫംഗ്ഷൻ ആകുമ്പോൾ ഇൻക്രീസിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, അതുപോലെ തന്നെ കോൺകേവ് ഫംഗ്ഷൻ ആകുമ്പോൾ ഡിക്രീസിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. സോ ഇവിടെ ഡെറിവേറ്റീവ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിലൂടെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. അത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവിൽ അപ്ലൈ ചെയ്തപ്പോൾ നെഗറ്റീവ് ആണ് കിട്ടിയത്. സോ ഇറ്റ്സ് എ നെഗറ്റീവ് വാല്യൂ. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺകേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് കോൺകേവ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് ജി ഡാഷ് എക്സ് എന്താണെന്നാണ്. സോ ജി ഡാഷ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു മോഡ് എക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് എന്ന് വരുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാം ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഇൻറ്റു മൈനസ് എക്സ് എന്ന് കൊടുക്കാം ഇഫ് എക്സ് ലെസ് ദാൻ 0. സോ ഇതിൻ്റെ വരുമ്പം എക്സ് സ്ക്വയർ എന്ന് വരും മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. സോ ജി എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും. ജി ഡാഷ് എക്സിന് നമുക്ക് ജി ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്.
ആൻഡ് മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -2x ആണ്. സോ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂവും നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കോസി കോൺവെക്സും, അതായത് കോൺകേവുമാണ് കോൺവെക്സുമാണ്, ക്വാസി കോൺവെക്സുമാണ്. അതായത് ബോത്ത് കോൺകേവ് ആൻഡ് കോൺവെക്സ് രണ്ടും ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഓപ്ഷനിലേക്ക് പോവാം. എഫും ജിയും കോൺവെക്സ് ആണെന്ന് പറയുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. എഫ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു എഫ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. എഫ് ഇസ് നോട്ട് കോസി കോൺവെക്സ്. എഫ് എന്ന് പറയുന്നത് കോസി കോൺവെക്സ് അല്ല, കോൺകേവ് ആണ്. പക്ഷെ ജി എന്ന് പറയുന്നത് കോസി കോൺവെക്സ് ആണ്. ശരി, റൈറ്റ് ആണ്. നെയ്തർ എഫ് നോർ ജി ഇസ് കോസി കോൺവെക്സ്. സോ ഇതും കറക്റ്റ് അല്ല. ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് x1 star is equal to 1, x2 star is equal to 0, x3 star is equal to 2 be optimal. Be an optimal solution of the linear programming program. Linear programming പ്രോഗ്രാമിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മിനിമൈസ് x1 plus 5x2 plus 2x3 subject to x1 minus x2 less than or equal to 1. x1 plus x2 plus x3 greater than equal to 3, x1 x2 x3 greater than equal to 0. So lambda star and lambda star 1 star lambda 2 star is an optimal solution of its dual. ഡുവലിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ് ലാംഡ 1 സ്റ്റാറും ലാംഡ 2 സ്റ്റാറും. അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രൈമൽ ആണ്. സോ നമ്മൾ ഈ പ്രൈമലിനെ ഡുവലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമുക്ക് ഓൾറെഡി പ്രൈമൽ തന്നിട്ടുണ്ട്. സോ അത് ഡുവൽ ആക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ x1 plus 5x2 plus 2x3. സോ നമുക്ക് ഇതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ തന്നതുകൊണ്ട് തന്നെ നമുക്കിത് എത്രയാണെന്ന് നോക്കാം. മിനിമം z എത്രയാണെന്ന് നോക്കാം. x1ൻ്റെ സ്ഥാനത്ത് നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. സോ 1 plus 5 into x2ൻ്റെ സ്ഥാനത്ത് 0. അപ്പോൾ ഇത് 0 ആയിപ്പോൾ 2 into x3 ആണ്. 2 into 2 which is 4. സോ ആൻസർ 5. ഇതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഡുവലിൻ്റെയും ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ ഡുവൽ ഇത് മിനിമം z ആയതുകൊണ്ട് ഇതിൻ്റെ ഡുവൽ എന്ന് പറയുന്നത് മാക്സിമം z ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണേണ്ടത് മാക്സിമം z ആണ്. സോ നമുക്ക് മാക്സിമം z is equal to ഇതിൻ്റെ കൺസ്ട്രെയിൻസിൻ്റെ വാല്യൂ എടുക്കാം. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഇത് ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ്, ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണ്, ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. സോ ഈ ലെസ് ദാൻ ഈക്വൽ ടുവിനെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആക്കണം. അപ്പോൾ ഒന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻസിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. അതായത് ഓക്കെ, നമ്മുടെ പ്രൈമൽ തന്നെ ആദ്യം എഴുതാം. x1 plus 5x2 plus 2x3. x1 plus 5x2 plus 2x3. 5x2 plus 2x3 എന്ന് പറയുന്നത് നമുക്ക് ഈക്വൽ ടു 5 ആണെന്ന് കിട്ടി. അത് എഴുതാം. ഓക്കെ, അടുത്ത സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻ x1 minus x2 ലെസ് ദാൻ ഈക്വൽ ടു 1. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം -1 വെച്ചിട്ട് ഇൻഡു ചെയ്യാം. അപ്പം നമുക്ക് -x1 plus x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -1 കിട്ടും. ഓക്കെ, ഇനി അടുത്തതോ x1 plus x2 plus x3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3. അത് അതേപോലെ തന്നെ x1 plus x2 plus x3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3. ഓക്കെ, അതേപോലെ x1 x2 x3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. x1 x2 x3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. സോ ഇതാണ് പ്രൈമൽ. സോ ഇതിൻ്റെ ഡുവൽ നമുക്ക് എഴുതാം. ഡുവൽ എന്ന് പറയുമ്പോൾ ഇത് മിനിമൈസ് ആയിരുന്നു. സോ മാക്സിമം z ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം z ഇതിൻ്റെ കൺസ്ട്രെയിൻ എടുത്ത് എഴുതുക. സോ അതും ലാംഡയിലാണ് അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ -λ1 പ്ലസ് 3 λ2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 5. സോ നമ്മൾ ഇനി കൺസ്ട്രെയിൻസ് എഴുതണം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നും പറയാം. അപ്പം
മാക്സിമം മൈനസ് ലാംഡ പ്ലസ് 3 ലാംഡ 2 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. സോ നമ്മൾ അടുത്ത കൺസ്ട്രെയിൻ എഴുതുമ്പോൾ ഓക്കെ കൺസ്ട്രെയിൻ എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് എടുക്കേണ്ടത് വാല്യൂ. സോ മൈനസ് ലാംഡ 1 പ്ലസ് ലാംഡ 2 ഈസ് ഈക്വൽ ടു 1. ആണ്. ആൻഡ് 5 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള ഓക്കെ ലാംഡ 1 പ്ലസ് ലാംഡ 2 എന്ന് പറയുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കണം, നേരത്തെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയതുകൊണ്ട് തന്നെ മാക്സിമത്തിൽ ലെസ് ദാൻ ഈക്വൽ ടു ആയിരിക്കും. ലെസ് ദാൻ ഈക്വൽ ടു 5. അടുത്തത് ഇവിടെ എന്ന് പറയുന്ന x3 എന്ന് പറയുന്ന കമ്പോണൻ്റ് ഇല്ല, അതുകൊണ്ട് ലാംഡ 1 ഉണ്ടാവില്ല. ലാംഡ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 2 എന്നായിരിക്കും. സോ ഇതാണ് അതിൻ്റെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. സോ ലാംഡ 1 ഇത് കറക്റ്റ് അല്ല ഓക്കെ ലാംഡ 1 ലാംഡ 2 ആൻഡ് ലാംഡ 3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 തന്നെയാണ്. ശരി, ഇനി നമുക്കിതിൻ്റെ ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കാം. 2 ലാംഡ 1 ഈസ് ഈക്വൽ ടു 3 ലാംഡ 2. അതായത് ഓപ്ഷൻ എ പറയുന്നത് എന്താ 2 ലാംഡ 1 ഈസ് ഈക്വൽ ടു 3 ലാംഡ 2. 3 ലാംഡ 2. സോ നമുക്കിതിന്ന് ലാംഡ 1 ഈക്വൽ ടു എന്ന് എടുക്കാം. ലാംഡ 1 ഈസ് ഈക്വൽ ടു 3/2 ലാംഡ 2 എന്ന് കിട്ടും. സോ ഇത് നമ്മുടെ മാക്സിമം സെഡിൽ അപ്ലൈ ചെയ്യാം. സോ മൈനസ് ലാംഡ 1 പകരം നമ്മൾ 3/2 ലാംഡ 2 പ്ലസ് 3 ലാംഡ 2 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോ 3/2 ലാംഡ 2 പ്ലസ് 3 ലാംഡ 2 ഈസ് ഈക്വൽ ടു 5 എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്ത് ലാംഡ 2ൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ മൈനസ് 3/2 ലാംഡ 2 ആൻഡ് 3 ലാംഡ 2 എന്ന് വരുമ്പോൾ 3/2 യെസ് 3/2 ലാംഡ 2 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ലാംഡ 2 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 10/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ലാംഡ 1 എന്ന് പറയുന്നത് ലാംഡ 2 എന്നുള്ളത് കിട്ടി. ഇനി ലാംഡ 1 എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ലാംഡ 1 ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 10/3. സോ 13/6 കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 5. നമ്മൾ ലാംഡ 1 5ഉം ലാംഡ 2 എന്ന് പറയുന്നത് 10/3 എന്നാണ് ഓപ്ഷൻ എ പ്രകാരം. സോ ഇത് നമ്മുടെ കൺസ്ട്രെയിൻസ് ആണ്. ഡുവലിൻ്റെ കൺസ്ട്രെയിൻസിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഡുവലിൻ്റെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് യെസ് ഇതാണ് ഡുവലിൻ്റെ കൺസ്ട്രെയിൻസ്. സോ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. ലാംഡ 1 പ്ലസ് ലാംഡ 2 ലെസ് ദാൻ ഈക്വൽ ടു 5 കിട്ടുന്നുണ്ടോ നോക്കുക. ലാംഡ 1 എന്ന് പറയുന്നത് 5 ആണ്. ലാംഡ 1 എന്ന് പറയുന്നത് ഓക്കെ ലാംഡ 1 ഓക്കെ ലാംഡ 1 എന്ന് പറയുന്നത് 5 ആണ്. സോ 5 മൈനസ് 5 പ്ലസ് ലാംഡ 2 10/3. സോ മൈനസ് 5 10/3 ഒരിക്കലും 1-നേക്കാളും കുറവായിരിക്കുമോ? യെസ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അത് കറക്റ്റാണ്. അതിൻ്റെ സെക്കൻഡ് വൺ ലാംഡ 1 പ്ലസ് ലാംഡ 2. ലാംഡ 1 എന്ന് പറയുന്നത് 5 ആണ്. 10/3 എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു. അപ്പോൾ 5 ഇൻറ്റു 15 പ്ലസ് 25/3 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 അല്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റിപ്പോയി. സോ ഓപ്ഷൻ എ നമുക്കിനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കൺസ്ട്രെയിൻ ഫോളോ ചെയ്യുന്നില്ല ലാംഡ 1 ലാംഡ 2. സോ അത് ഒഴിവാക്കാം. ഇനി ഓപ്ഷൻ ബി നോക്കാം. സോ ഇതല്ല. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 2 ലാംഡ 1 ഈസ് ഈക്വൽ ടു ലാംഡ 2. ഓപ്ഷൻ ബി പ്രകാരം
ഓക്കെ, ഓപ്ഷൻ ബി പ്രകാരം ലാംഡ 2 ലാംഡ 1 is equal to ലാംഡ 2. 2 ലാംഡ 1 is equal to ലാംഡ 2 എന്നാണ് പറയുന്നത്. സോ 2 ലാംഡ 1 ഡയറക്റ്റ്ലി നമ്മുടെ മാക്സിമം സെഡിൽ അപ്ലൈ ചെയ്ത് നോക്കാം. is equal to മൈനസ് ലാംഡ 1 പ്ലസ് 3 ഇൻറ്റു ലാംഡ 2ൻ്റെ സ്ഥാനത്ത് 2 ലാംഡ 1 എന്ന് കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 5. സോ മൈനസ് ലാംഡ 1 പ്ലസ് 3 ഇൻറ്റു 2 6 ലാംഡ 1 വിച്ച് ഈസ് ഈക്വൽ ടു 5, വിച്ച് ഈസ് ഈക്വൽ ടു 5 ലാംഡ 1 ഈസ് ഈക്വൽ ടു 5. ലാംഡ 1 എന്ന് പറയുന്നത് 5/5 ഈസ് ഈക്വൽ ടു 1. ഇനി ലാംഡ 2 എന്ന് പറയുന്നത് 2 ലാംഡ 1 എന്ന് പറയുന്നത് ലാംഡ 2 ആണല്ലോ. അപ്പോൾ ലാംഡ 2 എന്ന് പറയുന്നത് 2 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ലാംഡ 1 ബിയിൽ വന്നത് ലാംഡ 1 1ഉം ലാംഡ 2 എന്ന് പറയുന്നത് 2 ആണ്. സോ ഇത് കൺസ്ട്രെയിനിൽ ഇട്ട് നോക്കാം. കൺസ്ട്രെയിനിൽ ഇട്ട് നോക്കാം. മൈനസ് ലാംഡ 1 പ്ലസ് ലാംഡ 2 ലെസ് ദാൻ 1 ആണോ നോക്കുക. മൈനസ് ലാംഡ 1 എന്ന് പറയുമ്പോൾ മൈനസ് 1 പ്ലസ് 2 ലെസ് ദാൻ ഈക്വൽ ടു 1. മൈനസ് 1 പ്ലസ് 2 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആണ്. 1 പ്ലസ് 2 ലെസ് ദാൻ ഈക്വൽ ടു 5 അതും സാറ്റിസ്ഫൈഡ് ആണ്. ലാംഡ 2 പറയുന്നത് 2 ആണ്, ലെസ് ദാൻ ഈക്വൽ ടു 2 അതും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കിനി ബാക്കി രണ്ടും ചെയ്ത് നോക്കേണ്ട കാര്യമല്ല, കാരണം സിംഗിൾ ആൻസറേ വരുന്നുള്ളൂ. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി 2 ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ വിത്ത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ ക്വസ്റ്റ്യൻ വരുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ പറ്റിയാണ്. എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 3/4 ഓൾ റൈസ് ടു എക്സ്. എക്സ് എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര. ജി വൈ എന്ന് പറയുന്നത് is equal to 1 minus 2/3 all raised to y. It's equal y എന്ന് പറയുന്നത് 1 2 3. അതായത് ഇതൊരു ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ ആണ്. ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. ഓക്കെ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഡിസ്ക്രീറ്റ് ആയാലും കണ്ടിന്യൂസ് ആയാലും മിക്സ്ഡ് ആയാലും നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെറ്റ് z is equal to minimum xy then the probability pz greater than equal to 6. സോ അത് ഏതാണെന്നാണ് ചോദ്യം. ഞാനിവിടെ എഴുതി fz കാണാം. സോ നമ്മൾ ആദ്യം fxും gxും നമ്മൾ പറഞ്ഞു അത് ഡിസ്ക്രീറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ fz z എന്നുള്ള രീതിയിൽ കാണാം. അപ്പോൾ p of z ലെസ് ദാൻ ഓർ ഈക്വൽ ടു z എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് മിനിമം xy ലെസ് ദാൻ ഈക്വൽ ടു z. സോ അതിനെ 1 മൈനസ് p ഇൻറ്റു മിനിമം xy ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു z എന്ന് എഴുതാം. അതിനെ നമുക്ക് 1 മൈനസ് p ഇൻറ്റു എക്സ് ഗ്രേറ്റർ ദാൻ z എന്ന് എഴുതാം. അതേപോലെ തന്നെ ആൻഡ് നമുക്കത് 1 മൈനസ് p ഇൻറ്റു y ഗ്രേറ്റർ ദാൻ z എന്നും എഴുതാം. ഓക്കെ, സോ നമുക്ക് അതിനെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് 1 മൈനസ് p ഇൻറ്റു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു z എന്നും വിച്ച് ഇസ് 1 മൈനസ് p ഇൻറ്റു y ലെസ് ദാൻ ഈക്വൽ ടു z എന്നും എഴുതാം. സോ അത് വീണ്ടും 1 മൈനസ്, കാരണം p ഇൻറ്റു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു z എന്ന് പറയുന്നത് എഫ് എക്സ് സെഡ് ആവും, ഇവിടെ എഫ് വൈ സെഡ് ആവും. സോ നമ്മൾ അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. 1 മൈനസ് എഫ് എക്സ് സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 മൈനസ് 3/4 ഇൻറ്റു എക്സ് ആണ്. സോ 1 മൈനസ് 3/4 ഇൻറ്റു എക്സിന് പകരം നമ്മൾ സ്മോൾ സെഡ് കൊടുക്കും. ഓക്കെ, ഇവിടെ 1 മൈനസ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് 1 മൈനസ് 2/3 റേസ് ടു വൈ. അപ്പം നമ്മൾ 1 മൈനസ് 2/3 റേസ് ടു 1 മൈനസ് 2/3 റേസ് ടു സ്മോൾ സെഡ് കൊടുക്കും. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്യാം. 1 മൈനസ് കോമൺ ആയിട്ട് പുറത്തുണ്ട്. സോ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇത് 1 മൈനസ് 1 ഇത് പ്ലസ് ആവും. 3/4 റേസ് ടു z
1 minus 1 minus plus ആവും 2/3 raised to z. So ഇതും ക്യാൻസൽ ആവും, ഈ 1 ക്യാൻസൽ ആവും. 1 minus 3/4 raised to z into 2/3 raised to z. So നമുക്ക് ഈ 3 ക്യാൻസൽ ചെയ്യാം. So 1 minus 2/4 raised to z എന്ന് വരും, which is equal to 1 minus 2/4 എന്ന് പറയുമ്പോൾ 1/2, 1/2 raised to z എന്ന് വരും. So 1 minus 1/2 raised to z 1 minus 2 raised to minus z എന്ന് വരും. So probability അതായത് probability of z less capital Z small z എന്ന് പറയുന്നത് less than equal to z എന്ന് പറയുന്നത് 1 minus 2 minus z എന്ന് വരും. സോ നമുക്ക് ഓക്കെ probability of z less than equal to 6, അതായത് നമ്മുടെ probability of z less than equal to 6 ആണ് കാണേണ്ടത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം, ഈ 1 minus 2നെ നമ്മൾ ആ ഒരു ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് 1 minus probability of z less than equal to 5 എന്നാണ് ഇതിൻ്റെ ഇക്വേഷൻ വരിക. സോ നമ്മൾ 1 minus probability of 1 minus 2 raised to minus small z. സോ ഇതിൽ നമ്മൾ 1 മൈനസ് പ്രോബബിലിറ്റി പ്രോബബിലിറ്റി ഒഴിവാക്കാം. പ്രോബബിലിറ്റി ഓഫ് z ലെസ് ദാൻ ഇക്വൽ ടു 5ന് പകരം 1 മൈനസ് 2 റേസ് ടു മൈനസ് z എന്ന് കൊടുക്കാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ആവും പ്ലസ് 2 റേസ് ടു മൈനസ് z എന്ന് വരും. സോ 1 മൈനസ് 1 പോവും, 2 റേസ് ടു മൈനസ് z എന്ന് വരും. z എന്ന് പറയുന്നത് ഈ കേസിൽ അത് 5 ആണ്. സോ 2 റേസ് ടു മൈനസ് 5 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/32. സോ ആൻസർ 1/32 ആണ്, ഓപ്ഷൻ ബി. ഇനി 24th ക്വസ്റ്റ്യൻ, ലെറ്റ് x and y be two random variable with a joint probability density function. f of xy is equal to x of xy is equal to 6xy if 0 y less than 0 is less than that of y, which is less than equal to root x, which is less than equal to 1. So otherwise it is 0. Then the conditional probability തന്നിട്ടുണ്ട്. conditional probability of p y greater than is equal to 1/3, that of x is equal to 2/3. So ഇതിൻ്റെ conditional probability ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. conditional probability നമുക്ക് ഫൈൻഡ് ചെയ്യാനാണുള്ളത്. സോ ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് y ബൈ എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എഫ് എക്സ് എക്സ് വൈ ആണ് കാണേണ്ടത്. അതായത് ജോയിന്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ് നമുക്ക് ആക്ച്വലി കാണേണ്ടത്. ജോയിന്റ് പ്രോബബിലിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 6xy. ഇതാണ് ജോയിന്റ് പ്രോബബിലിറ്റി ഇഫ് 0 ലെസ് ദാൻ, ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു റേഞ്ചിനകത്ത് 6xy ആണ് ജോയിന്റ് പ്രോബബിലിറ്റി ആൻഡ് ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രോബബിലിറ്റി. അപ്പോൾ ജോയിന്റ് പ്രോബബിലിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാർജിനൽ പ്രോബബിലിറ്റിനെ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട്, അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. 6xy ഇൻറ്റു dy ചെയ്ത് 3x² നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് എക്സ്. സോ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണുകയാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് സെയിം ജോയിന്റ് പ്രോബബിലിറ്റി ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രോബബിലിറ്റി. അപ്പോൾ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6xy ഡിവൈഡഡ് ബൈ 3x² ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2y ബൈ എക്സ് എന്ന് കിട്ടും. സോ എക്സിന് നമുക്ക് 2/3, അതായത് എക്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 2/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ എക്സ് നമ്മൾ ഇവിടെ 2/y എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് 2/3 കൊടുക്കുന്നു. അങ്ങനെ നമുക്കത് 3y എന്ന് കിട്ടുന്നു. സോ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് y കാണാൻ വേണ്ടിയിട്ട്
പ്രോബബിലിറ്റി ഓഫ് y കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യണം. അതായത് 1/3 ടു, അതായത് അതിൻ്റെ റേഞ്ച് വരുന്നത് 1/3 തൊട്ടിട്ട് √x വരെ. അതായത് 3y ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ 3y × dy is equal to 3 × y²/2 എന്ന് കിട്ടുന്നു. അതിന് 1/3 ടു √x ലിമിറ്റ് വരുന്നുണ്ട്. അപ്പം നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ 3/2 × x - 1 × 1/9 എന്നും which is equal to 3/2 × 2/3 - 1/9 എന്നും which is equal to 5/6 എന്നും കിട്ടുന്നു. സോ 5/6 ആണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് PY greater than equal to 1/3 such that x is equal to 2/3 എന്നത്. So the last question, which one of the following statement is not correct in the context of economic planning in India? ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത ആൻസർ ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ എന്ന് പറയുന്നത്, ഇൻ ദി ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഫോർ സെക്കൻഡ് 5-year പ്ലാൻ എ ഹൈ പ്രയോറിറ്റി വാസ് അക്കോർഡഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ഹെവി ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഓവർ ദി ലൈറ്റ് ഇൻഡസ്ട്രി. സോ നോട്ട് കറക്റ്റ് എന്നാണ്. അപ്പം സെക്കൻഡ് 5-year പ്ലാനിൽ നമുക്ക് നമ്മുടെ പ്ലാനിങ് ഫോക്കസ് ചെയ്തത് ഹെവി ഇൻഡസ്ട്രീസിനൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. Each of the first 10 5-year plan period, the average increment of capital output ratio did not exceed 10%. അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്ലാൻ ഹോളിഡേ ഫോർ 3 years was declared after third 5-year plan. അതും ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ സെക്ടോറൽ അലോക്കേഷൻ ടു ഇൻഡസ്ട്രി വാസ് ദ ഹയസ്റ്റ് ഇൻ ദി ഫസ്റ്റ് 5-year plan. അതായത് ഫസ്റ്റ് 5-year പ്ലാനിൽ ആക്ച്വലി നമ്മൾ ഫോക്കസ് ചെയ്തത് അഗ്രികൾച്ചറിനെയാണ്. അതുകൊണ്ട് തന്നെ സെക്ടോറൽ അലോക്കേഷൻ ടു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ IIT 2021 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ MCQ MSQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത്. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കൂടുതലായിട്ട് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാവണം, എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് ആൻഡ് കീപ് ലേണിംഗ്. താങ്ക് യു.